ഹലോ. ഇന്നൊന്ന് ലുലു പോവാന്ന് വെച്ച് വേഗം ഇറങ്ങിയതാട്ടോ. ഒരു ഉച്ച കഴിഞ്ഞ് 2 മണിയൊക്കെ ആയിട്ടാ ഇറങ്ങിയത്. ഇറങ്ങി ലുലുവിന്റെ അടുത്തെത്തിയപ്പോഴത്തേക്കും നല്ല ബ്ലോക്ക് കിട്ടി കേട്ടോ. കുറച്ച് സമയം ഒരു 15 മിനിറ്റോളം നമ്മളവിടെ കിടന്നിട്ടോ. എന്നിട്ടാട്ടോ നമ്മൾ ഉള്ളിലേക്ക് കേറിയത്. സൺഡേ ഏട്ടോ ഞങ്ങള് പോയത്. അതിന്റേതായ എല്ലാ തിരക്കുകളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അത്രയ്ക്ക് ആൾക്കാരായിരുന്നേ. വന്ന് കേറുമ്പോ തന്നെ ഇതുപോലത്തെ ഒരു കാറിന്റെ ഉള്ളിലെ എഞ്ചിനിലെ പ്രവർത്തനങ്ങളാട്ടോ കൊടുത്തിരിക്കുന്നെ. നല്ല രസാട്ടോ നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. ഓരോ സംഭവം ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് കാണാൻ നല്ലതാണേ. പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ നമുക്ക് ഫ്ലവർ ഷോ നടക്കണ്ടായിരുന്നു കേട്ടോ. ലുലു തന്നെ ഏഹ് ചെയ്യുന്ന ഫ്ലവർ ഷോ കേട്ടോ. നല്ല നല്ല ചെടികളും എല്ലാം അവിടെ അവൈലബിൾ ആട്ടോ. ഇത് അക്വേറിയത്തിലൊക്കെ വെക്കുന്ന കല്ലുകളും എല്ലാം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. വലിയ വലിയ ചെടികളും ഉണ്ട്. ചെറിയ ചെറിയ പൂക്കളുള്ള കുഞ്ഞി കുഞ്ഞി ചെടികളും ഉണ്ട് ട്ടോ. നല്ല ഭംഗിയിലാട്ടോ ഒരുക്കിയേക്കണെ. ഓരോ സെക്ഷനിലും ഓരോരോ രീതിയില് ഓരോരോ ചെടികൾ ട്ടോ. എനിക്ക് തോന്നണെ ഇതിന്ന് കുറേ ചെടികളൊക്കെ ആൾക്കാര് മേടിച്ചോണ്ട് പോണുണ്ട് ട്ടോ. അതാണ് ഇവിടെയൊക്കെ ഗ്യാപ്പ് വന്നിരിക്കുന്നെ. പിന്നെ ഈ ഒരു പെണ്ണിനെ ഇവര് നല്ല അടിപൊളിയായിട്ടാട്ടോ ഒരുക്കിയേക്കുന്നെ. നമുക്ക് ഇവിടുന്ന് ചെടികൾ മേടിക്കുകയും ചെയ്യാം ട്ടോ. ആ രീതിയിലാട്ടോ ഉള്ളത്. ഇഷ്ടംപോലെ ചെടികളുണ്ട് ട്ടോ. പിന്നെ അവിടുന്ന് നേരെ ഞങ്ങള് കണക്റ്റിൽ പോയി. കണക്റ്റിൽ പോയി ഞങ്ങള് ചെറുതായിട്ടൊരു ഫോണൊക്കെ നോക്കാൻ വേണ്ടി പോയതാട്ടോ. ഫോണിന്റെ റേറ്റൊക്കെ നോക്കി. നോക്കിയിട്ട് നമ്മള് അതുപോലെ തന്നെ അവിടെ വച്ച് തിരിച്ചു പോന്നു ട്ടോ. പിന്നെ നമ്മള് ഹൈപ്പറിലേക്കാട്ടോ പോയത്. നല്ല തിരക്കുണ്ടായിരുന്നു ട്ടോ ഹൈപ്പറില്. കേറുമ്പോ തന്നെ നമുക്ക് ബാസ്ക്കറ്റ് കിട്ടാൻ തന്നെ ഭയങ്കര പാടായിരുന്നു ട്ടോ. അത്യാവശ്യം നല്ല തിരക്കോടെയാട്ടോ ഹൈപ്പറിൽ കേറിയത്. പിന്നെ ഈ ചോക്ലേറ്റിൻ്റെയൊക്കെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു ട്ടോ. ഭയങ്കര ഓഫറും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ വാലന്റൈൻസ് ഡേ ഒക്കെ കഴിഞ്ഞതിന്റെ ഒരു ഓഫറാന്ന് തോന്നുന്നു. ഞങ്ങള് കഴിഞ്ഞിട്ടാ പോയത്. എന്നിട്ടും ചോക്ലേറ്റിനൊക്കെ നല്ല നല്ല ഓഫർ ഉണ്ടായിരുന്നു ട്ടോ. പിന്നെ അവിടുന്ന് നല്ല കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതിന്റെ അപ്പുറം തന്നെയായിട്ട് നമ്മള് മറ്റേ മെക്ഡൊണാൾഡ്സിന്റെ ഒരു ഐസ്ക്രീമിന്റെ ഔട്ട്ലെറ്റ് ഉണ്ടല്ലോ. അവിടുന്ന് നമ്മൾ ഓരോ ഐസ്ക്രീമും മേടിച്ച് ഞങ്ങള് പോന്നു ട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ ബൈ.